want you to be more numb. Boom boom, boom boom, boom boom, boom boom, boom boom, boom boom, boom. I want you to be more numb. Boom boom, boom boom, boom boom, boom boom, boom. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും ഞാൻ തന്നെ. അപ്പോൾ ഇന്നും എനിക്ക് അൺബോക്സ് ചെയ്തൊരു സാധനമുണ്ട്. ഇതാണ് നോക്കാം. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ചുമ്മാ അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്നാപ്ഡീലിൽ നിന്ന് മേടിച്ചാണ് ആദ്യം തന്നെ. സ്നാപ്ഡീലിൽ ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കാൻ. നമുക്ക് നോക്കാം ഇതിൻ്റെ പാക്കിങ് എങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല. എനിക്ക് സ്നാപ്ഡീൽ ആദ്യമായിട്ട് മേടിക്കുന്ന ഇതിനകത്ത് സാധനം സ്നാപ്ഡീൽ ഇതിനകത്ത് സാധനം എന്താണോ ഒന്നും അറിയില്ല. നമുക്ക് നോക്കാം, എന്താ നോക്കാം. അപ്പോൾ ആദ്യം എനിക്ക് ടൂൾ എടുക്കാം. അത് നമുക്ക് മുറിക്കാം. അതെ, എന്നിട്ട് മുറിക്കാം. ഇങ്ങനെ കട്ട് ചെയ്യും. ഇതാകുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ എളുപ്പം. ഇത് ഇങ്ങനെ എളുപ്പത്തിൽ നീട്ടിയിട്ട് രസമുണ്ട്. കട്ട് ചെയ്യാൻ നല്ല രസമുണ്ട്. പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ വെള്ളപ്പെട്ടിയാണല്ലോ കിട്ടിയത്. പാക്കറ്റകത്ത് വേറെ ഒന്നുമില്ല, കാലിയാണ്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഇത്തിരി കൂടിപ്പോയില്ലേ. എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായില്ല. ടൈറ്റിൽ തമ്മിലും കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ ഇപ്പം എന്താ ഞാൻ പറയണേ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് റിംഗ് ലൈറ്റാണ്. റിംഗ് ലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെൽഫി എടുക്കുമ്പോഴേക്കും വെളിച്ചം കിട്ടാൻ. ഇത് സാധാരണ ലൈറ്റ് വെച്ച് ചതുരത്തിൽ പോകാൻ അതൊന്നുമല്ല. റിംഗ് ലൈറ്റ് വെച്ചാൽ നമുക്ക് ക്യാമറയിലേക്ക് ഇങ്ങനെ കറക്റ്റ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് റിംഗായിട്ട് ക്യാമറ ചുറ്റിയിരിക്കും. ലൈറ്റ് കറക്റ്റ് നമ്മുടെ മുഖത്തേക്ക് ഫോക്കസായി കിട്ടും. പിന്നെ ചെറിയൊരു എഫക്റ്റ് കിട്ടും. ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ കണ്ണിൻ്റെ ഇതിൽ രണ്ട് കുഞ്ഞ് റിങ് പോലെ കാണും, രണ്ട് കണ്ണിൽ ഓരോന്ന്. അപ്പോൾ അതൊരു എഫക്റ്റായിട്ട് കിട്ടും. എന്തിനാത് മേടിച്ചാൽ വെച്ചാൽ ഇപ്പം ടിക്ടോക്കിലൊക്കെ ഒരുപാട് ആക്റ്റീവാണ്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതിൽ റിംഗ് ലൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഞാൻ ഒരു ബൾബ് ഇന്നാൾ കാണിച്ചതില്ലേ, മറ്റേ ഇന്നാണ് കാണിച്ചത്. മറ്റേ ഈ വീഡിയോയിൽ എന്ത് വീഡിയോ ആണ് സ്റ്റാൻഡിൻ്റെ വീഡിയോയിൽ കാണിച്ചെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. ആ ഒരു സാധാരണ ബൾബ് ഞാൻ ഒരു പ്ലഗ് കുത്തിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്ന് മാറ്റി ഇതാണെങ്കിൽ എളുപ്പത്തിലാണ്. നമ്മൾ എവിടെ വെച്ച് വേണമെങ്കിലും വീഡിയോ റെക്കോർഡ് ചെയ്യാം. അങ്ങനെ ഒരു സൗകര്യമാണ്. പിന്നെ ടിക്ടോക്ക് ചെയ്യുമ്പോഴും പിന്നെ ഈ ഇതന്നെ യൂട്യൂബിൽ അൺബോക്സ് ചെയ്യുമ്പോഴൊക്കെ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. നമുക്ക് പൊട്ടിച്ച് നോക്കാം. വാ, ഇത് എങ്ങനെയൊക്കെയാണ് പാക്കറ്റ് ചുരുട്ടി കൂട്ടി ഉരുട്ടി ഒരു ബോളാക്കി തന്നിട്ടുണ്ടാവും. എന്തോരം ടേപ്പ് ഇട്ടിട്ടുണ്ടാവോ നോക്കട്ടെ നമുക്ക്. ഓ, മുറിയണമില്ല. ഓ, ഇനിയുണ്ട്. 4 വശത്തുനിന്നും കൂടി ഇട്ട് മുട്ടിയേക്കാം. നമ്മൾ മുറിക്കരുത്. ചുമ്മാതാണേ. നല്ല സീലാക്കി, നല്ല ടൈറ്റിൽ സീലാക്കി വെച്ചേക്കുന്നത്. ഒരിക്കലും പാക്കറ്റൊന്നും അഴിഞ്ഞ് കുലുങ്ങി കേടാവാണ്ടിരിക്കാൻ വേണ്ടി അത്രയ്ക്ക് ടൈറ്റിലും ബബിൾ റാപ്പിട്ട് പൊഴിഞ്ഞിട്ടുണ്ട്. മൂർച്ചയില്ലാത്ത കത്രിക ഈ വെള്ളപ്പൊക്കത്തിൽ കിടന്ന് തുമ്പടിച്ച് പോയാൽ കളഞ്ഞു റിംഗ് ലൈറ്റ്. ഇതിലും എന്താണ് ഇൻ ചൈന. നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ സാധനം ചൈന നമ്മൾ വരുത്തണത്. ചൈന സാധനത്തിന് വിലക്കുറവാണ്. നമുക്ക് എന്ത് ചെയ്യാനാണ്, നമ്മൾ വിലക്കുറവെല്ലാം എടുക്കുള്ളൂ. ചൈനയാണ് പറ്റിയ. ചൈന എന്നല്ല പറ്റിയ ഇന്ത്യൻ കമ്പനി സ്റ്റാൻഡിൽ. അതാണ് മറ്റേ സ്റ്റാൻഡ് ശരിക്കും ചൈനയിൽ നിന്ന് വന്നതാണ്. അത് ചൈന സൈറ്റിൽ നിന്ന് വരുത്തിയതാണ്. അതിന് ഇന്ത്യയിൽ വിലയും കുറവായിരുന്നു. അങ്ങനെ പക്ഷെ പൊട്ടിയതാണ് കിട്ടിയത്. എന്ത് ചെയ്യാനാണെന്ന് പറയുമ്പോൾ ഇതെങ്ങനെ തുറക്കാം. ഇതിങ്ങനെ പുഷ് ഓപ്പണാണ്. തള്ളി തുറക്കണം. ഇങ്ങനെ പുഷ് ചെയ്ത് തീപ്പെട്ടി പോലെ. അതിനകത്തൊന്നുമില്ല കാര്യം. പിന്നെ പെട്ടി ഇങ്ങനെ തുറക്കാം. പെട്ടി തുറക്കുമ്പോൾ എന്താണ് ഇതിനകത്ത് നോക്കട്ടെ. ഒരു കേബിൾ ഉണ്ട്, ഡാറ്റ കേബിൾ ഉണ്ട് റീചാർജ് ചെയ്യാനുള്ള. ഡാറ്റ കേബിൾ നല്ലൊരു കുഞ്ഞ് കേബിൾ. ഡാറ്റ ഒന്നും പോലെന്ന് തോന്നുന്നു, കറണ്ട് മാത്രമേ തോന്നുന്നു. ചാർജിന് വേണ്ടി ഉപയോഗിക്കാനുള്ള കേബിൾ, ഡാറ്റ ട്രാൻസ്ഫർ ആവില്ലെന്ന് തോന്നുന്നു. ആദ്യം ഞാനത് അറിയാണ്ട് ഞാൻ ആദ്യം ബാറ്ററിയുടെ കയറി കുത്തിയതാണ്. ബാറ്ററിയുടെ കാര്യം എപ്പോഴെപ്പോഴും ബാറ്ററി മേടിക്കാൻ എത്ര ചിലവാണ്. ഇപ്പോൾ ബാറ്ററിക്ക് വില കൂട്ടി 12 രൂപയാക്കി. 12 രൂപയ്ക്കാണ് ഒരു ബാറ്ററി കിട്ടണം.
പണ്ടൊക്കെ എന്താ 5 രൂപ 6 രൂപ 8 രൂപയൊക്കെ ഉള്ളത്. പിന്നെ 10 രൂപ ഉണ്ടോ, 10 രൂപ വേണമെങ്കിൽ നമുക്ക് വിചാരിക്കും. പക്ഷേ ഇത് 12 ഇനി അപ്പോൾ കൂടില്ല എന്ന് ആരും വിചാരിച്ചു. എന്തൊക്കെ ടാക്സും അതൊക്കെയാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്ത് ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഞാൻ ചാർജിങ് എടുത്തത്. കേബിളിൻ്റെ ചാർജ് ചെയ്യാൻ കേബിൾ വെച്ച് ചെയ്യണ ചാർജിൻ്റെ എടുത്ത്. പിന്നെ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. എങ്ങനെ ഓൺ ചെയ്യണമെന്ന് വെച്ചാൽ അത് ഇന്നോട് ചോദിക്കരുത്, ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അതെ, ആ ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. നോക്കട്ടെ. ഇതെങ്ങനെയുണ്ട്, ലൈറ്റ് എഫക്റ്റ് എങ്ങനെയുണ്ട് അത് പറ. ഇത് ഫോണിൽ വെച്ചാൽ പൊളിയായിരിക്കും, ചുമ്മാ പൊളിയായിരിക്കും. ഇത് ഒരു മിനിമം ബ്രൈറ്റ്, ഇത് അതിൻ്റെ മാക്സിമം ബ്രൈറ്റ്. അത് ക്യാമറ വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അത് ഏറ്റവും ടോപ്പ് ബ്രൈറ്റ് 3 ലെവലാണ് ഇതിന് ബ്രൈറ്റ്നസ് ഉള്ളത്. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഓഫ് ആവും. 3 തവണ ഇങ്ങനെ ഓരോ തവണ ഞെക്കുമ്പോൾ അത് ഇത്തിരി ബ്രൈറ്റ്, പിന്നെ ഇത്തിരി കൂടി ബ്രൈറ്റ്, പിന്നെ ഇത്തിരി കൂടി ബ്രൈറ്റ്, പിന്നെ ഓഫ് ആവും. അങ്ങനെയാണ് ഞാനൊരു ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞത്. ഇതിൻ്റെ റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ആൾ ചെയ്തത്. അതുകൊണ്ടാണ് പറഞ്ഞ 3 ലെവലുണ്ട് അതൊക്കെ പറഞ്ഞത്. പക്ഷേ ഹിന്ദിയില്ല, നിങ്ങൾക്ക് വേണ്ടി മലയാളത്തിലായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത് കാണും. എന്തായാലും എന്താണ് പറയേണ്ടത്, ഇപ്പം പറയാൻ വന്ന കാര്യം പറഞ്ഞു പോയിട്ട്, സോറി. അപ്പം ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊരു ടിക്ടോക്ക് വീഡിയോ കാണിച്ചു. ടിക്ടോക്ക് വീഡിയോ ഞാൻ വീഡിയോൻ്റെ തുടക്കം ഇട്ടേ എങ്ങനെയുണ്ടെന്ന് ടിക്ടോക്ക് വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയണം. പിന്നെ എന്താ പറയാൻ വന്ന നിങ്ങളിതുവരെ ടിക്ടോക്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ടിക്ടോക്കിൽ ഫോളോ ചെയ്യണം. എന്താ @ഇവാൻ ബാഹുലേ എന്നാണ്, സ്പേസ് ഒന്നുമില്ലാണ്ട്. ചാനലിൻ്റെ പേര് തന്നെ IVANBAHULEYAN. ചാനലിൻ്റെ പേര് അങ്ങനെ തന്നെ. എന്താ ഇവിടെ സ്ക്രീനിൽ ഞാൻ ടൈപ്പ് ചെയ്താൽ അത് തന്നെയാണ് ടിക്ടോക്ക് ID. സ്പേസ് ഒന്നുമില്ല, ഇവാൻ ബാഹുലേന്ന് ഒറ്റയടിക്ക് അടിച്ചാൽ മതി. @ എന്ന് പറഞ്ഞിട്ടങ്ങ് അടിച്ചാൽ മതി. പിന്നെ എങ്ങനെയുണ്ട്, എന്താ ഫോളോ ചെയ്തേക്കാം. പോളി വീഡിയോസാണ് അപ്ഡേറ്റ് ചെയ്തേക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം. പിന്നെ ഫേസ്ബുക്കിൽ ചെയ്തേക്കില്ലേ, ഇങ്ങനെ ഒരു പേജൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആരും ഫോളോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഏതോ എൻ്റെ 2 ഫ്രണ്ട്സ്, ആകെപ്പാട് 2-3 ഇതിൽ കൂടുതൽ ഫ്രണ്ട്സ് ഇല്ല, അതിൽ ഫോളോവേഴ്സ് ഇല്ല. അതിൽ എന്താ ഉള്ളതും എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ്. അങ്ങനെ നേരിട്ട് അറിയാവുന്ന കുറച്ച് പേര്, അല്ലാണ്ട് വേറെ ആരും ഫോളോ ചെയ്തേക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാം മറക്കണ്ട, ഇൻസ്റ്റാഗ്രാം ചെയ്തിട്ട് പിന്നെ ട്വിറ്ററിൽ ഫോളോ ചെയ്തു. എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ അങ്ങനെ കണ്ട സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്തു. എല്ലാത്തിലും ഇവാൻ ബാഹുലേ തന്നെയാണ് വഴി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തി അവിടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇട്ടേക്കാം. സ്നാപ്ചാറ്റ് എല്ലായിടത്തും ഫോളോ ചെയ്തേക്കാം. എല്ലായിടത്തും അക്കൗണ്ട് ഉണ്ട്. എനിക്ക് അക്കൗണ്ട് ഇല്ലാത്ത സാധനമില്ല, ചുമ്മാ പറഞ്ഞാണ്. അങ്ങനെയൊന്നും ഇല്ല, എല്ലായിടത്തൊന്നും ഇല്ല. അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള മിക്കയിടത്തും ഉണ്ട്. അപ്പം ഇതാണ് റിംഗ് ലൈറ്റ്. എങ്ങനെയുണ്ട് സംഭവം, എങ്ങനെയുണ്ട് റിംഗ് ലൈറ്റ്, എങ്ങനെയുണ്ട്? ഇനി ഞാൻ ഔട്ട്ഡോറിൽ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യാൻ നമുക്ക് വിചാരിച്ചാൽ മതി. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ മൊത്തം കഴിഞ്ഞ ആഴ്ച പുല്ല് കളഞ്ഞ് മൊത്തം ഇലയെ നിറഞ്ഞ് ഒരുമാതിരി മുറ്റത്തൊക്കെ ഒരുമാതിരി ഒരു ക്ലീനും ഇല്ലാണ്ട് കിടക്കണം. അതുകൊണ്ട് ഔട്ട്ഡോറിൽ ചെയ്യാൻ പറ്റില്ല. ഔട്ട്ഡോറിൽ വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു തന്നെ. ഈ റിംഗ് ലൈറ്റ് ഫോണിൽ വെച്ച് കാണിച്ചു തന്നാൽ എൻ്റെ എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ കുഴപ്പം കാണിച്ചു തരാം. ഒരു മിനിറ്റ് വീഡിയോ ഒന്ന് കണ്ടേ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇതാണ് ഈ റിംഗ് ലൈറ്റ് എന്ന് തന്നെ വിളിച്ചത്. ക്യാമറയുടെ ചുറ്റും ഇങ്ങനെ റൗണ്ടായിട്ട് വെച്ചേക്കണം. അപ്പോൾ ക്യാമറയുടെ ചുറ്റൊന്നും കറക്റ്റ് ഇത് കണ്ണിൽ കണ്ട 2 ഡോട്ട് റിംഗ് ലൈറ്റ് എന്ന് തന്നെ വിളിച്ചാൽ. അങ്ങനെ ഞാൻ മറ്റേ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചാണ്. തൽക്കാലത്തേക്ക് ഞാൻ ഒരു എമർജൻസി ലൈറ്റ് വെച്ചിട്ടുണ്ട്. എമർജൻസി ലൈറ്റാണ് ഞാൻ വെളിച്ചത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. ഇതിൽ ചാർജ് കുറവാണെന്ന് തോന്നുന്നു, ചെറിയൊരു ഡിംനെസ് ഉണ്ട്. അത് ചാർജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ഒരു ഫുൾ ചാർജൊന്നും ആക്കി തരത്തില്ല. അപ്പോൾ സംഭവം പൊളിയാണ്. ഒരു ടിക്ടോക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ. ചെയ്ത് ഇതിൻ്റെ ഇൻട്രോ ഔട്ട്രോ എവിടെയെങ്കിലും ഇട്ടേക്കാം. പറ്റിയ ഇൻട്രോ ഔട്ട്രോ ഇട്ടേക്കാം. പിന്നെ ഇത്തിരി സ്പീഡിലായി തോന്നുന്നു, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ എന്തിനാണ് വെറുതെ കണ്ടിട്ട് പോയാൽ മതി, ഇടയ്ക്ക് ലൈക്ക് ചെയ്യണം. അതാണ് എനിക്ക് ആകെ കിട്ടുന്ന ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സഹായിച്ചൊക്കെ വരും. പിന്നെ എന്തെങ്കിലും പറഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം, ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് കമൻറ്റ് ചെയ്താലേ ഇനി എനിക്ക് ഇതേപോലെ ചെയ്യാനുള്ള ചെറിയൊരു ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ അതൊക്കെ കിട്ടുള്ളൂ. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്, ഈ വാക്കിൻ്റെയൊക്കെ മീനിങ് എന്താണാവോ. പക്ഷേ ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇതൊക്കെ കിട്ടുന്ന സാധനം നിങ്ങൾ ചെയ്തേക്ക്, കമൻറ്റ് ചെയ്തേക്ക്, ലൈക്കിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. വീഡിയോകൾ ഇനി ഉണ്ടായിരിക്കും, പോളി വീഡിയോ ഉണ്ടായിരിക്കും. ഓക്കെ.
Oh.